റീത്തയുടെ കളികൾ കയ്യോടെ പൊളിച്ച് അലീന. അങ്ങനെ നമ്മുടെ റീത്തയാണെങ്കിൽ സ്റ്റാലിനും അലീനയ്ക്കും എതിരായിട്ട് സംഘമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ റീത്തയോട് മാന്യമായി തന്നെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാം. അതിന് മുൻപ് തന്നെ റീത്ത ഒപ്പിച്ചു വയ്ക്കുന്ന ഓരോ പ്രശ്നങ്ങൾ സ്റ്റാൻലി ഒത്തുതീർക്കുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ആദ്യം തന്നെയാണെങ്കിൽ നമ്മുടെ റീത്ത അനിയന്മാരെ സ്റ്റാലിനെതിരെ തിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. സ്റ്റാലിയാണെങ്കിൽ അത് ഇല്ലാതെയാക്കുന്നൊരു കാഴ്ച കാണാം. ഒടുവിൽ അനിയന്മാർ സ്റ്റാലിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. വല്യപ്പച്ചനാണെങ്കിൽ അലീനയോട് റീത്ത എന്ന വിഷത്തെപ്പറ്റി, റീത്ത എന്ന ഭീകരിയെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നൊരു കാഴ്ചയും കാണാനായിട്ട് കഴിയും. ഇതേ സമയം നിങ്ങളെല്ലാവരും എന്തിനാണ് ഈ റീത്തയെ അനുസരിക്കുന്നത്, പേടിക്കുന്നത്? അതുകൊണ്ടല്ലേ അവർ അച്ഛൻ്റെ ജീവിതം, അതായത് പപ്പയുടെ ജീവിതം നശിപ്പിച്ചത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ മോളെ, നിനക്കറിയാമോ, എൽസമ്മ അവർ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അല്ലാതെ ഒരു വാക്ക് കൂടുതൽ വയ്ക്കുകയുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. സ്റ്റാലിൻ്റെ മക്കൾ വരെ എൽസമ്മയും റീത്തയെ അനുസരിക്കുകയാണ്. സ്റ്റാലിൻ്റെ മക്കൾക്കാണെങ്കിൽ അഭിപ്രായം പോയിട്ട് ഒരു കുന്തവുമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഇപ്പോഴും അവർ റീത്തയുടെ കാല് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. റീത്ത അവരുടെ കാലിൽ ചങ്ങലയിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്താ വല്യപ്പച്ചായി പറയുന്നത് എന്ന് ചോദിക്കുന്നു. അതേ മോളെ, സത്യം തന്നെയാണ്. അതിൽ ആ രണ്ടാമത്തെ പെൺകുട്ടിയിലെ അവളെ അങ്ങനെയാക്കിയത് റീത്ത തന്നെയാണ് എന്ന് പറയുന്നു. ഒരുപാട് പണം ചികിത്സിക്കാൻ എന്ന പേരിൽ സ്റ്റാലിനിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട് റീത്ത എന്ന് പറയുകയാണ് നമ്മുടെ വല്യപ്പച്ചൻ. ഇതേ സമയം അത് ചികിത്സിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പണം മൊത്തം റീത്ത വിഴുങ്ങിയെന്നും വല്യപ്പച്ചൻ അലീനയോട് തുറന്നു പറയുന്നു. ഇതേ സമയം ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളാരും ചോദിച്ചില്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ സ്റ്റാലിന് കാശ് ഒരു വിഷയമൊന്നുമല്ലല്ലോ, അവൻ ഇഷ്ടംമാതിരി കാശ് കൊടുത്തു എന്ന് പറയുകയാണ്. അത് കേട്ടതും കാശിൻ്റെ കാര്യമൊന്നുമല്ല വല്യപ്പച്ച ഞാൻ പറഞ്ഞു വന്നത്, അതായത് പപ്പയുടെ ആ മോളിലെ എൻ്റെ ആ കുഞ്ഞ് സഹോദരിയിലെ അവളുടെ കാര്യമാണ്. അവളുടെ കാര്യത്തിൽ ഇത്തരം വലിയ ചതി എന്തിനാണ് അവർ ചെയ്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ മോളെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അവരുടെ കൂടെ നിർത്താൻ വേണ്ടി അവൾ പല കളികളും കളിക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇതിത്തിരി മോശമായി പോയില്ലേ എന്ന്. ഒരു പെൺകുഞ്ഞിൻ്റെ ഒരു ജീവിതമല്ലേ അവർ തകർത്ത് കളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതെ. പക്ഷേ ലാലിച്ചന് അവരെ ഇപ്പോഴും ഭയം തന്നെയാണ്. ലാലിച്ചൻ ഒരു വാക്ക് പോലും അവർക്കെതിരെ സംസാരിക്കില്ല, മിണ്ടില്ല, ഉരിയാടില്ല എന്ന് മുത്തശ്ശൻ പറയുകയാണ്. രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പുമാണ്. പക്ഷേ മറ്റുള്ളവരുടെ, അതായത് അവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ അവൻ ഇടപെടാറില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതെന്തൊരു പപ്പയാണ്, സ്വന്തം മക്കളെ വേണ്ടാത്ത, സ്വന്തം മക്കളെ നോക്കാത്ത ഒരു പപ്പ എന്ന് പറയുന്നു. ഇതേ സമയം മോളെ, അവർ ആ റീത്തയെ അനുസരിക്കുന്നത് കൊണ്ടാണ് അവന് ഇത്രയും സങ്കടവും വിഷമവും എന്ന് വല്യപ്പച്ചൻ പറഞ്ഞു വയ്ക്കുന്നു. അവർ ആ റീത്തയെ അനുസരിക്കാതിരുന്നെങ്കിൽ
ഒരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു എന്നും പറയുന്നു. അവനാണെങ്കിൽ റീത്തയെ കണ്ടുകൂടാ എന്നും പറയുന്നുണ്ട്. അതായത് അവൻ്റെ ജീവിതത്തിൽ എല്ലാ സുഖവും സൗഭാഗ്യവും അവൻ്റെ ജീവിതവും നശിപ്പിച്ചു കളഞ്ഞ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് റീത്തയാണ് എന്ന് ആര് പറയുന്നു? വല്യപ്പച്ചൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ശത്രുത രൂപപ്പെട്ടത് എന്നും വല്യപ്പച്ചൻ വെളിപ്പെടുത്തുന്നു. ഇതേ എങ്കിൽ പിന്നെ വല്യപ്പച്ചൻ ഇടപെട്ട് ആ ശത്രുതയ്ക്ക് ഒരന്ത്യം കാണാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വല്യപ്പച്ചന് ജീവിതത്തിൽ അവരുടെ ജീവിത പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്യാനാ മോളെ, എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല, കഴിയില്ല എന്ന് പറയുന്നു. അത് വേറൊന്നുകൊണ്ടും അല്ല കേട്ടോ, അവൻ്റെ ജീവിതത്തിലേക്ക് ആരും കടന്നു കയറുന്നതോ അവൻ്റെ ജീവിതത്തിൽ അവനെ ആരും ഉപദേശിക്കുന്നതോ അവന് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അവൻ ആ കാര്യങ്ങളൊക്കെ വെറുപ്പാണ്, അറപ്പാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മോളെ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ അനുജന്മാർ പോലും കടന്നു ചെല്ലാത്തത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ ഞാൻ റീത്തയുടെ ചതി അവസാനിപ്പിക്കുമെന്നും ചതിക്ക് ആവശ്യമായ തിരിച്ചടി നൽകുമെന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരെക്കൊണ്ട് മൂക്കുകൊണ്ട് ഇണ്ണ വരപ്പിക്കുമെന്ന കാഴ്ചയും കാണാൻ കഴിയും. അവരൊരിക്കലും മറക്കാത്ത പോലെ അവരെ ആക്കിയെടുക്കുമെന്ന് പറയുന്നതും കാണാൻ കഴിയും. ഒടുവിൽ കാത്തിരുന്ന ആ മുഹൂർത്തം അലീനയ്ക്ക് വീണ് കിട്ടുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വെല്ലുവിളിയുമായി കടന്നു വരുന്ന നമ്മുടെ റീത്തയെ ഒരു ചതിയത്തിയായിട്ട് എല്ലാവരുടെയും മുൻപിൽ ചിത്രീകരിക്കുകയും ഒരു ചതിയത്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ പറയുകയും ചെയ്യുമ്പോൾ സ്റ്റാലിന് തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും നിരപരാധിത്വം മനസ്സിലാവുന്നത് കാണാൻ സാധിക്കും. അതായത് ഇത്രയധികം പണം കിട്ടുന്നുണ്ട് എന്ന് ഇവർ ഒരിക്കലും അവരോട് പറഞ്ഞിട്ടില്ല എന്ന് സ്റ്റാൻലി മനസ്സിലാക്കുകയാണ്. സത്യം പറഞ്ഞാൽ തുച്ഛമായ പൈസയെ തരുന്നുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അലീന സ്റ്റാൻലിയുടെ മുമ്പിൽ വെച്ച് റീത്തയെ കൊണ്ട് പറയിക്കുമ്പോൾ റീത്തയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ, എൻ്റെ ഭാര്യയും മക്കളെയും ഇങ്ങനെ പറ്റിക്കാൻ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ.